ഭയമില്ല, വിട്ടുവീഴ്ചയില്ല, പക്ഷപാതം ഇനി ഒട്ടുമേയില്ല. ദിസ് ഇസ് റിയാലിറ്റി ബൈ ഷാരിക. അൺമാസ്കിംഗ് അനലീസ്, അവരെക്കുറിച്ച് ലോങ് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ഞാൻ കുറച്ചധികം ആലോചിച്ചു. അതുമാത്രം കാരണം ഈ വിഷജന്തുക്കളെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ചാനലൊക്കെ ഇരുന്നൊന്ന് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മുടെ ആ നാക്കും മനസ്സും ഒക്കെ വിഷമായ കുറച്ച് നേരത്തെങ്കിലും ഇതൊക്കെ സംസാരിക്കണമല്ലോ. ഈ അണലികളെന്ന് പറയുന്നത് ഭയങ്കര വിഷമുള്ള ഇനത്തിൽപ്പെട്ട പാമ്പുകളാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. അതൊരു കടി കടിച്ചാൽ ആയുസ് കിട്ടുക, തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള അണലികളുണ്ട്. വെള്ളിക്കെട്ടൻ, ശംഖുവരയൻ, കറുത്തവരയൻ, അങ്ങനെ ഏതാണ്ട് ടൈപ്പ് ഒരു 7-8 ടൈപ്പ് ഓഫ് അണലികളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു വിഷത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് അത് നാഡീ ഞരമ്പുകളെ അത് ബാധിക്കും. പെട്ടെന്ന് തന്നെ നമ്മൾ മരണം പെട്ടെന്നുണ്ടാകും എന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് ആസ് ഏർലി ആസ് പോസിബിൾ, എത്രയും പെട്ടെന്ന് ചികിത്സ കൊടുത്താൽ മാത്രം രക്ഷപ്പെടുന്ന ഒരു തരം പാമ്പ് കടിയാണ് ഈ പറയപ്പെടുന്ന അണലി എന്ന് പറഞ്ഞാൽ. അത്തരം ടൈപ്പ് ഓഫ് വിഷം ചീറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ചാനലാണ് അൺമാസ്കിംഗ് അണലീസ് എന്ന് എനിക്ക് തോന്നിയത്. ഞാൻ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഡോക്ടർ ഗായത്രി മേനോൻ, ഓഫ് കോഴ്സ് അവർ എൻ്റെ സുഹൃത്തും കൂടാണ്. അപ്പോൾ അവർ ഞാനിങ്ങനെ അവർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. അവർ സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ സൈക്കോളജിക്കലി നാർസിസത്തെക്കുറിച്ചും നാർസിസ്റ്റിക് ആയിട്ടുള്ള അബ്യൂസിങ്ങിനെ കുറിച്ചും ചൈൽഡ് ട്രോമയെക്കുറിച്ചും ഒക്കെ കൃത്യമായി പഠനം നടത്തുകയും അതിനെക്കുറിച്ച് മാത്രം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അത്യാവശ്യം സാമൂഹിക വിഷയങ്ങൾ ഇടപെടുമെന്നല്ലാതെ അവർക്ക് ഇതല്ല തൊഴിൽ. ഷീ ഈസ് എ ഡോക്ടർ. അപ്പോൾ അവർ അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ അവരാണ് ആദ്യമായിട്ട്, അത് 3-4 മാസങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ ഇവരുടെ വിവാഹം നടക്കുമ്പോഴല്ല കേട്ടോ, കുറേ നാളുകൾക്ക് മുൻപ് ഗായത്രി മേനോൻ എന്നോട് പറഞ്ഞു, ഷാരിക താൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളല്ലേ, താൻ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കുക. ഞാനിങ്ങനെ അബ്യൂസിങ്ങിനെ കുറിച്ചും ചൈൽഡ് അബ്യൂസിനെ കുറിച്ചും ഈ സൈബർ അറ്റാക്കിനെ കുറിച്ചും ഷഫീന ബീവിക്കെതിരെയൊക്കെ കുറേയധികം വീഡിയോ ചെയ്യുന്നത് കണ്ടപ്പോഴാണ് എന്നോട് ഗായത്രി സൂചിപ്പിക്കുന്നത്, ഷാരിക താങ്കൾ ഇതിനെക്കുറിച്ച് കൂടെ ചെയ്യൂ, താങ്കൾക്ക് പറ്റും, താങ്കളുടെ ഒരു പവർഫുൾ വോയിസ് വെച്ചിട്ട് ഇവരെക്കുറിച്ച് പഠിച്ചിട്ട് ഇതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കൂ, താങ്കൾക്ക് പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ് ഇതെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ഞാനപ്പോൾ അതത്ര കാര്യമാക്കിയില്ല, ബിക്കോസ് ഓഫ് മൈ തിരക്കുകൾ. അപ്പം ഞാൻ എൻ്റെ വേറെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഷെഡ്യൂളിൻ്റെ തിരക്കിലായിരുന്നു. പക്ഷേ പിന്നീട് ഇവരുടെ വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മുടെ ഈ ഫീൽഡിൽ വരുമല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ നമ്മൾ വിചാരിച്ച പോലെ അല്ല, ദേ ആർ റിയലി അനലീസ്. ബിക്കോസ് ഇവരുടെ ചാനൽ നമ്മൾ തുറന്നു നോക്കി കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള സംവാദങ്ങൾ, മതപരമായിട്ട്, അതായത് അവരുടെ ഇസ്ലാം മതത്തെക്കുറിച്ച്, ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വക്രീകരിച്ചുള്ള പറച്ചിലെന്ന് വെച്ചാൽ ഇസ്ലാം മതം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശരീരം ആഗ്രഹിക്കുക, ഇസ്ലാം മതത്തിലെ പുരുഷന്മാർ സ്ത്രീകളുടെ ശരീരം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള പുരുഷന്മാരായതുകൊണ്ടാണ് സ്ത്രീകൾ ശരീരം മൂടപ്പെട്ട് ബുർക്കയിട്ട് നടക്കുന്നത്. ശരീരമൊന്നും വെളിയിൽ കാണിക്കാൻ പറ്റില്ല, ശരീരം അങ്ങനെ ചെയ്യാൻ പാടില്ല, ശരീരം കണ്ടാൽ പുരുഷന് ഉദ്ധാരണം ഉണ്ടാകും, മറ്റതുണ്ടാകും, മറിച്ചതുണ്ടാകും. ഏത് നേരം നോക്കിയാലും സെക്സ് എഡ്യൂക്കേഷനെ പോലെ, സെക്സ് എഡ്യൂക്കേഷനും അല്ല, സെക്സിനെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ. എന്നിട്ട് നമ്മൾ ആരെങ്കിലും അതിനെക്കുറിച്ച് വല്ലതും പറയുവാണെന്നുണ്ടെങ്കിൽ ആ ഗായത്രി മേനോനെയും അവരെ ഏതാണ്ടൊക്കെ വിളിച്ചു കൂവി. പക്ഷെ അവരൊന്നും കണ്ട് പിന്മാറുന്നൊരു സ്ത്രീയല്ല. ഷീ ഈസ് വെരി, ഞാൻ അറിഞ്ഞിടത്തോളം അവർക്ക് കുറേയൊക്കെ അവരുടേതായിട്ടുള്ള നിലപാടുള്ള സ്ത്രീയാണ്. ഞാൻ മോശമൊന്നുമല്ല, എന്നെ പോഴ്ത്തി പറയാണെന്ന് കരുതിയാലും കുഴപ്പമൊന്നുമില്ല. അവന്മാർ എന്നെയും വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തായാലും ചെളി വാരി എറിഞ്ഞാൽ തിരിച്ച് ചെളിയല്ലേ കിട്ടുള്ളൂ അണ്ണ, അൺമാസ്കിംഗ് അണലി അണ്ണ. എന്തായാലും ഇതൊക്കെ ഇപ്പോൾ അവന്മാർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി നേരെ സമൂഹത്തിന്റെ, അതായത് ബീച്ച് പോലുള്ള പാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ മൈക്കും തൂക്കി ഇറങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ മറ്റേ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞ് ഞാനും കുറെ കാലം 1-2 വർഷം ഇതിനു വേണ്ടി നടന്നതാണ്. നമ്മൾ ആൾക്കാരെ എന്റർടൈൻമെന്റ് ചെയ്യിക്കാനുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. അല്ലാതെ അവിടെ സമാധാനത്തെ വന്നിരിക്കുമ്പം നിങ്ങൾക്ക് മതത്തെ വിശ്വാസം ഉണ്ടോ, ഇസ്ലാം മതത്തിലെ വിശ്വസിക്കോ, ഇസ്ലാം മതത്തിലേക്ക് മാറുമോ എന്നൊന്നും അല്ല ചോദിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് വലിയ വിഷയമായി. അതിപ്പോൾ പ്രമുഖ വാർത്താ ചാനലുകളിലൊക്കെ ഇവരെ കുറിച്ചുള്ള വാർത്തകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അൺമാസ്കിംഗ് അനലീസ് എന്ന് പറയുന്ന ആ ഒരു ചാനലിന്റെ ഫണ്ടിനെ കുറിച്ചും അവരുടെ അതായത് മതപണ്ഡിതന്മാർ, നല്ല മുസ്ലിം മതപണ്ഡിതന്മാർ തന്നെ ഇവരുടെ ശൈലികളെ കുറിച്ച് വിമർശനമായിട്ട് രംഗത്ത് വന്ന് ഇവന്മാർക്ക് അടിയായി. അതായത് ഇവന്മാര് ഭയങ്കര, എനിക്ക് തോന്നുന്നു നാർസിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന മത തീവ്രവാദത്തെ അനുകൂലിക്കുന്ന ടൈപ്പ് ഓഫ്, അവർ നിർഭാഗ്യവശാൽ ആ മതത്തിൽ വന്ന് ജനിച്ചു പോയത്. അവർ പക്ഷെ അവന്മാർ ഹിന്ദുക്കളാണെങ്കിലും അവർ ഹിന്ദുത്വത്തിന്റെ തീവ്രത എടുത്തിട്ട് കാണിക്കുന്നവന്മാരെ, അത് ക്രിസ്ത്യാനികളിലും അങ്ങനെ തന്നെ ആയിരിക്കും. അവന്മാർ ഏത് മതത്തിൽ ചെന്ന് വീണ് കിടന്നാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അത് മുസ്ലിം മതം എന്ന് മാത്രമല്ല, മുസ്ലിം മതത്തിൽ ജനിച്ച് ജീവിക്കുന്നതുകൊണ്ട് മാത്രം അതെടുത്തിട്ട് ഇപ്പോൾ പൂശുന്നു. മറിച്ച് ഇവന്മാർ ഹിന്ദുവിലേക്കോ ക്രിസ്ത്യാനിയിട്ടാണ് ഇവന് ജനിച്ചിരുന്നതെങ്കിൽ, ഈ അൺമാസ്കിംഗ് അനലീസിന്റെ സാരഥി ജനിച്ചെങ്കിൽ അവൻ അത് തന്നെ പറയത്തുള്ളൂ, അത് തന്നെയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി, മാധ്യമങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. അവരുടെ തന്നെ മതപണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇവരെന്തുദ്ദേശിച്ചാണ് ഈ മതം പറയാൻ ഇറങ്ങിയിരിക്കുന്നത്, ഇവരെന്തുദ്ദേശിച്ചാണ് ഇത് സംവാദങ്ങൾ ആരോട് ചോദിച്ചു, ഇവർ ചാനലുകളിൽ മതസംവാദങ്ങൾ വെക്കുന്ന ആരോട് ചോദിച്ചിട്ടാണ്? മതസംവാദങ്ങൾ വെക്കുന്ന അവരവർക്ക് പള്ളിയും ചർച്ചും മോസ്കും അമ്പലങ്ങളും തന്നിട്ടുണ്ട്. മറുപടി NSSന്റെ യോഗം കൂടുന്നത് ഓൺലൈൻ മീഡിയ വന്നിരുന്നിട്ടാണോ? SNDP യോഗം കൂടുന്ന ഓൺലൈൻ മീഡിയ വന്നിരുന്നിട്ടാണോ എല്ലാവരെയും കാണിച്ചുകൊണ്ട് ഹിന്ദുദേവങ്ങളെ കുറിച്ച് ഘോരഘോരം പറയുന്നത്? അല്ലല്ലോ.
പല പല പ്രവാചകന്മാർ പല പല പണ്ഡിതന്മാര്, പല മതങ്ങളിലുള്ള പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ ന്യൂസ് ചാനലോ ക്ലിപ്പായിട്ട് പലതും പറയുന്നതല്ലാതെ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഏത് മതപണ്ഡിതന്മാരുണ്ട് ഇവനെ പോലുള്ള അണലികളല്ലാതെ? അപ്പൊ ഇവരുടെ ഉദ്ദേശം നല്ലതല്ല, ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യും. മതം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ അണലിയുടെ വിഷം പോലെ തന്നെ വിഷമുള്ള ഒരു സാധനമാണ്. നല്ല രീതിയിൽ മതം ഉപയോഗിക്കാം നമുക്ക്. വി ആർ ഓൾ ഇന്ത്യൻസ്. ഇവിടെ ഇന്ത്യൻ മുസ്ലിംസ് ഉണ്ട്, ഇന്ത്യൻ ഹൈന്ദവരുണ്ട്, ഇന്ത്യൻ ക്രിസ്ത്യൻസ് ഉണ്ട്, ഇന്ത്യൻ പാഴ്സികളുണ്ട്, ഇന്ത്യൻ ജൈനരുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മളിപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്യാത്ത മതങ്ങൾ വരെ ഇവിടെ മത ആചാരണങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇന്ത്യയുടെ ഒരു നാനാത്വത്തിൽ ഏകത്വമാണ്, ഒരു വെഴ്സറ്റാലിറ്റിയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രം ഭൂമിയിൽ വേറെ ഒരിടത്തും ഇല്ല. അപ്പൊ അതിന്റെ അഖണ്ഡതയെ തകർക്കുക എന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം. ഈ പറയപ്പെടുന്ന അൺമാസ്കിംഗ് അനലീസ് അവന്മാരെ കുറിച്ച് എന്തോ സയന്റിഫിക് സയൻസ് എന്താണ് സയന്റിസ്റ്റിനൊക്കെ ഇതാണോടാ പണി? മതം പറച്ചിലാണോ സയന്റിസ്റ്റിന്റെ പണി? നമ്മുടെ ISRL മുസ്ലിം സയന്റിസ്റ്റുകളില്ലേ, ഹിന്ദു സയന്റിസ്റ്റുകളില്ലേ, ക്രിസ്ത്യൻ സയന്റിസ്റ്റുകളില്ലേ, പല ജാതി ഇതിലുള്ള സയന്റിസ്റ്റുകളില്ലേ, എഞ്ചിനീയേഴ്സില്ലേ, ഡോക്ടേഴ്സില്ലേ, അവരുടെയൊക്കെ പണി ഇതാണോ? എടാ നല്ല മുസ്ലിമായിട്ട് ജീവിച്ച് ജനിച്ച് മരിക്കടാ നീയൊക്കെ. എടാ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കോരി തരിച്ചു പോയി, വേറൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ ദിവസം എനിക്കൊരു പ്രോഗ്രാം കിട്ടി, മുസ്ലിം വിവാഹത്തിന്റെ പ്രോഗ്രാമാണ്. അതായത് 2 ദിവസം പരിപാടി ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പോയി പങ്കെടുത്തു. അതായത് ഞാൻ ബിഗ് ബോസിലൊക്കെ പോകുന്നതിന് മുൻപ് എനിക്ക് പരിചയമുള്ള ഒരു ഇക്ക, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഒന്ന് വരണം. എന്നെ വിളിച്ചിട്ട് റേറ്റ് ചോദിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടല്ല എന്നോട് പറയുന്നത്, തനി നാടൻ. എന്നോട് വിളിച്ച് മോള് വാ, ഒന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ, നമുക്ക് ഒന്ന് ചെയ്യണം, എൻ്റെ മോളുടെ ഒരു ആഗ്രഹമാണ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് നമ്മളെ. അവിടെ നമുക്ക് വിരുന്ന് സൽക്കാരം തന്ന് ഒരു ബന്ധുവായിട്ട് നമ്മളെ കണക്കാക്കിക്കൊണ്ട് അവർ ചോദിക്കുകയാണ് നമ്മളുടെ കാര്യങ്ങളും റേറ്റുകളും ഒക്കെ. അപ്പൊ നമുക്കൊരിക്കലും അത് അവരോട് അങ്ങനെയൊന്നും എന്താ പറയുക, അതൊരു ഒരു സ്നേഹമാണ്. നമ്മളുടെയൊക്കെ പദവികളൊക്കെ നമുക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ കൊടുത്തു, ഞാനൊരു ആങ്കറാണ്, ഒരു തുടക്കം ആങ്കറാണ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേട്ടൻ വിളിക്കണം, അദ്ദേഹം ഒരു ഹോട്ടലുണ്ട്, അപ്പോൾ വിളിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം എന്നെ ഓർത്ത് വിളിച്ചു മകളൊരു കാര്യം പറഞ്ഞപ്പോൾ. അവരൊരു മുസ്ലിംസാണ്. അവരുടെ ഞങ്ങൾ കുറേ സംവാദങ്ങളൊക്കെ നടത്തി, ഇങ്ങനെ ഭരണത്തെക്കുറിച്ച് പറഞ്ഞു, BJP ഭരണത്തെക്കുറിച്ചും മറ്റേ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെക്കുറിച്ചൊക്കെ. അപ്പോൾ അവർ പറഞ്ഞതൊക്കെ, ആര് നല്ലത് ഭരിച്ചാലും നമുക്ക് നല്ലത് ചെയ്യുക, നമ്മളിപ്പോൾ ആരുടെയും കൂടെ നിൽക്കും. അതിന് BJP എന്നില്ല, മുസ്ലിം ലീഗ് എന്നില്ല, കമ്മ്യൂണിസ്റ്റ് എന്നില്ല, കോൺഗ്രസ് എന്നില്ല. അതാണ് ഇന്ത്യക്കാരെന്ന് പറയുന്നത്. അവർക്കൊക്കെ ഇന്ത്യയിൽ സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹമേ ഉള്ളൂ. അവർ മുസ്ലിംസ്, അവർ ദുആ ചെയ്യുന്നവരാണ്. ഞാൻ ഇന്നലെ പോയ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പോയ കല്യാണ തലേന്നും കല്യാണ പിറ്റേന്നും ഒരുപാട് മതപണ്ഡിതന്മാരും പ്രായമുള്ള ഉസ്താദുമാരും ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ നമ്മളെയൊക്കെ എത്ര സ്നേഹത്തോടെയാണ് കണ്ടത്. ആ കുട്ടി വിവാഹം കഴിച്ചേക്കുന്ന മലബാറിലേക്കാണ്. അവിടുന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ട് നമ്മുടെ രീതികൾ, ആലപ്പുഴക്കാരുടെ രീതികളെ കുറിച്ച് സംസാരിക്കുന്നു. അവിടെ ഒന്നും മതത്തെക്കുറിച്ചുള്ള പറച്ചിലൊന്നുമില്ല. എത്ര രുചികരമായ ഭക്ഷണമാണ് അവരുടെ നമുക്ക് വിളമ്പുന്നത്. മതത്തിനപ്പുറം മതം നമ്മൾ ആചരിച്ചോളൂ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കറ തീർന്ന വളരെ മതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഹിന്ദുക്കളില്ലേ, ഹൈന്ദവരുണ്ട്, ഭയങ്കര വിശ്വാസികളെ ക്രിസ്ത്യൻസ് ഉണ്ട്, അതിവിശ്വാസികൾ ഇസ്ലാമുകളുണ്ട്. ഇവരൊന്നും മത തീവ്രവാദികളല്ല. അവര് തീവ്രമായി മതത്തെ ആരാധിക്കുന്നവരും ആ വഴിയിൽ നടക്കുന്നവരാണ്. അവർ മറ്റുള്ളവരെ ഒന്നിനും നിർബന്ധിക്കില്ലടോ. പക്ഷെ നീ അതല്ല ചെയ്യുന്നത്. നീ നിർബന്ധിക്കുന്നില്ല എന്ന വ്യാജേന, സയൻസ് എന്ന വ്യാജേന വ്യാജമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുകയും അണലിയെ പോലെ വിഷം ചീറ്റുകയുമാണ് അൺമാസ്കിംഗ് അണലീസ് ഇരുന്ന് ചെയ്യുന്നത്. താമസിയാതെ നീയൊക്കെ നടത്തുന്ന കോപ്രായങ്ങൾക്ക്, നീയൊക്കെ നടത്തുന്ന ഈ അന്തർധാരയും അവസാനിക്കും. ഉറപ്പായിട്ടും നിന്റെയൊക്കെ ചാനലിന്റെ ഫണ്ടിങ്ങിനുള്ള ഉറപ്പായിട്ടും അന്വേഷണം വരും. ഇവിടെ CJP ഇവിടെ കാണിച്ചു കൂട്ടി എന്താന്ന് ഇന്ത്യക്കാർക്ക് അറിയാം. അതൊക്കെ തന്നെയാണ് നീയും ചെയ്യുന്നത്. അവൻ മറ്റേ ദീപ്ക ആണെങ്കിൽ നീ വേറൊരു അൺമാസ്കിംഗ് അണലി. അതിന്റെ പേര് പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ല, മനസ്സിലായോ? അപ്പോ എല്ലാ മുസ്ലിം പുരുഷന്മാരും ഉദ്ധരിച്ച് നടക്കുന്നവരല്ല. എല്ലാ മുസ്ലിം പുരുഷന്മാരും സ്ത്രീകളും ഇങ്ങനെ സ്ത്രീകളെ കണ്ട ഉടനെ അവർക്ക് അങ്ങോട്ട് മഫ്തയിട്ട് നടന്നില്ലെങ്കിലും അവരുടെ ഇതിട്ടില്ലെങ്കിലും അവരെന്നെ കയറി അങ്ങോട്ട് പിടിക്കുമോ? നീ അങ്ങനെയാണല്ലോ പറഞ്ഞു വയ്ക്കുന്നത്. മുസ്ലിം പുരുഷന്മാർക്ക് കൺട്രോൾ കിട്ടാൻ വേണ്ടി അവരെ ഉദ്ദേശിച്ചിട്ടാണ്, ആൺ വർഗത്തിന്റെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നതല്ലേ നീ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഒരു മതത്തിലെ മുസ്ലിം പുരുഷന്മാരെയും സ്ത്രീകളെ മൊത്തത്തിൽ അങ്ങ് അവഹേളിക്കുക മതത്തിന്റെ പേരും പറഞ്ഞ്. അവർക്ക് നല്ല അന്തസ്സുള്ളവരാടാ. എനിക്കറിയാവുന്ന, ഞാൻ പരിചയപ്പെടുന്ന മുസ്ലിം ഫാമിലീസ് ഒക്കെ നല്ല അന്തസ്സുള്ള, രുചികരമായ ഭക്ഷണം തരുന്ന, വളരെ വിനിയോഗമുള്ള, ആതിഥ്യ മര്യാദയുള്ള മുസ്ലിംസ് ആണ്. നല്ല കുറ തീർന്ന നല്ല ചക്കര കുട്ടികളായിട്ടുള്ള മുസ്ലിംസ്. അപ്പൊ അവരോട് നീ അധികം കളിച്ച് ഇവിടെ കുറെ ഉണ്ടാക്കണ്ട. നിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാവുന്നു. കഴിഞ്ഞ ദിവസം മാധ്യമത്തിലും മാതൃഭൂമിയിലും ജനന്യൂസിലൊക്കെ വന്നോളൂ നമുക്ക് മനസ്സിലായി. അതായത് വിവാദമായത് കൊണ്ടാണല്ലോ നീ അതിനകത്ത് വന്നത്. അപ്പൊ നിന്റെ കാര്യത്തിൽ നമോഭാഗം, കൂടുതലൊന്നും പറയാനില്ല.